ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാന്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ്. സർവ്വസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളെല്ലാം അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാവുന്നു. പരിശുദ്ധമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാതൃ വഹിക്കണമേ. കർത്താവേ കരുണയായിരിക്കണമേ. ഞങ്ങളുടെ കരുണയായിരിക്കണമേ. കർത്താവേ, മൈക്കിളിൻ്റെ വിവാഹ നിശ്ചയം നടത്തുന്ന മനസ്സമ്മതത്തിന് നന്ദി പറയുന്ന കർത്താവേ, മനുഷ്യൻ ഏകനായിരിക്കുന്ന അന്നല്ല അവന് ചേർന്ന ഇണയെ ഞാൻ നൽകുമെന്ന് നടിച്ചത് ഈശോയെ. ഇവ തന്ന ഇണയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഈശോയെ. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. സകല മാലാഖമാരെ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ പേരിൻ്റെ മധ്യസ്ഥരെ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ഞങ്ങൾ വേർപെട്ടു പോയ മൈക്കിളുടെ പിതാവ് ഫ്രാൻസിസിന് വേണ്ടി ഫ്രാൻസിസിൻ്റെ ആത്മാവിന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കരുണയായിരിക്കണമേ. ഫ്രാൻസിസ് ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി മാതൃ വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വേശ്വരാമേൻ. പിന്നെ അങ്ങേപ്പാവത്തിൽ സമർപ്പിക്കുന്നു. കുടുംബജീവിതമുള്ളവരെ അനുഗ്രഹിക്കുന്നു. നല്ലൊരു ജീവിതം അവർക്ക് കൊടുക്കുന്നു. കാത്തിരിക്കുന്നു. കാൽമലാഹം കൂടെ സഹായിക്കുന്നു. ഓരോ കാര്യത്തിലും ശരിയായ തീരുമാനം അവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. രണ്ടുപേരുടെ അപ്പനും അമ്മയും കൂടെ നിൽക്കുക. അമ്മ മേറിൻ്റെ അമ്മ കൂടെ നിൽക്കുക. മൈക്കിളിൻ്റെ പപ്പയും അമ്മയും രണ്ടുപേരുടെ ഭാഗത്തൊരു സാക്ഷി ഒന്ന് കയറി നിൽക്കുക.
ഈ അച്ഛൻ ചോദിക്കുന്ന ചോദ്യത്തിന് സാക്ഷികൾ സാക്ഷിയല്ലേ? എൻ്റെ പപ്പയില്ല. ഓക്കെ. സാക്ഷികൾ ഈ അച്ഛൻ ചോദിക്കുന്ന ചോദ്യത്തിന് എന്താണ് ഇവർ ഉത്തരം പറയുന്നത് ശ്രദ്ധിച്ചോളൂ. അതിനങ്ങളെ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിനെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങടേതാകുന്നു. ആമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ആദ്യം മുതൽ മനുഷ്യനെ പുരുഷ സ്ത്രീയുമായി സൃഷ്ടിക്കുകയും സ്നേഹകൂട്ടായ്മയ്ക്കും മനുഷ്യവംശനകൽപ്പനുമായി അവരെ തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്ത അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. പൂർവ്വപിതാവായ ഇസ്ഹാക്കിനെയും അവൻ്റെ ജീവിത പങ്കാളിയാകാൻ തിരഞ്ഞെടുത്ത റബാക്കയെയും അനുഗ്രഹിച്ച കർത്താവെ, വിവാഹവാഗ്ദാനത്തിന് മുമ്പിൽ അണഞ്ഞിരിക്കുന്ന ഈ ദാസരെ മൈക്കിളിനെയും മറിയാനെയും അനുഗ്രഹിക്കണമേ. അവർ സ്വതന്ത്ര മനസ്സോടും തികഞ്ഞ സന്തോഷത്തോടും കൂടെ വിവാഹ വാഗ്ദാനം നടത്തുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. കർത്താവ് നല്ലവനാണ് നിങ്ങൾ അനുഭവിച്ചറിയുവിൻ. ഇസ്ഹാക്കിന് ഭാര്യയെ കണ്ടെത്താൻ വഴിയൊരുക്കിയ കർത്താവെ, വിവാഹ വാഗ്ദാനത്തിൽ അണഞ്ഞിരിക്കുന്ന ദാസരെ അനുഗ്രഹിക്കണമേ. കർത്താവിൽ ആശ്രയിക്കുന്നവരെല്ലാം ഭാഗ്യവാന്മാരാകുന്നു. ധനിക ദരിദ്രരാകാം, വിശന്ന് വലയാം, കർത്താവിനെ തേടുന്നവർക്കോ നന്മകൾക്കൊട്ടും കുറവുണ്ടാകുകയില്ല. മക്കളെ വന്നു കേൾക്കുവിൻ, ദൈവഭയം നിങ്ങളെ ഞാൻ അഭ്യസിപ്പിക്കാം. മക്കളെ വന്നു കേൾപ്പിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലേക്കും. ആമേൻ. ഇസ്ഹാക്കിനെ ഭാര്യയെ കണ്ടെത്താൻ വഴിയൊരുക്കി കർത്താവെ, വിവാഹവാഗ്ദാനത്തിന് ഒരുക്കിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മളുടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും നിങ്ങൾക്ക് തന്നെ പ്രകാശനം കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങൾ നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുകയും ചെയ്യട്ടെ. അങ്ങ് സ്ഥലത്തിനാഥ സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാൻ. സമാധാനം നമ്മളുടെ. എൻ്റെ കർത്താവേ, സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പണം കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെ നാഥ എന്നേക്കും. ആമേ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കണം. സമാധാനം നമ്മളുടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദൈവതായും ദൈവികമായ വചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങൾ ഫലമണിയുന്നതിനും നിരന്തരം അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്തിൽ തെളിഞ്ഞത് സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമെന്മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിടട്ടെ.
ഏറ്റമനുഗ്രഹ പൂരിതനാം കവി തൻ പൂലിക പോൽ നാവിപ്പോൾ താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവ്വം പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയുടെ അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവ് മിശിഹായ്ക്ക് സ്തുതി. 6-ാം അധ്യായം 25 തുടങ്ങി 33 വരെയുള്ള വാക്യങ്ങൾ. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും എന്ന ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല. എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസ്സിൻ്റെ ഒരു വിനാഴികയെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? വസ്ത്രത്തെപ്പറ്റി നിങ്ങൾ എന്തിനാകുലരാകുന്നു? വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നു നോക്കുക. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നില്ല. സത്യമായി നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനെപ്പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ അടുപ്പിലെറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ അവിടുന്ന് എത്ര അധികം അലങ്കരിക്കുകയില്ല. അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങളാകട്ടെ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കും, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മൈക്കിളും മെറിയും വിവാഹിതരാകാനെടുക്കുന്ന തീരുമാനത്തെ ഉറപ്പിക്കാനാണ് നമ്മൾ പള്ളിയിൽ വന്നിരിക്കുക. നമ്മളതിന് സാക്ഷികളാവുകയാണ്. അവരെടുക്കുന്ന തീരുമാനം അവർ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്ന ചടങ്ങിന് ദൈവം വിവാഹത്തെ ഒരുക്കി കൊണ്ടുവന്ന് ഈ രണ്ട് കുഞ്ഞുങ്ങളെ, തൻ്റെ 2 കുഞ്ഞുങ്ങളെ ഒരുക്കി കൊണ്ടുവന്ന് അവരൊരു കുടുംബമായി ജീവിക്കാൻ ഒരുക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മൾ വിവാഹത്തോടനുബന്ധിച്ച് പലരും സമ്മാനം തരാറുണ്ട്. ഈ സമ്മാനങ്ങളൊക്കെ നമ്മൾ കാര്യമായിട്ട് കണക്കാക്കാറുണ്ട്. പക്ഷേ ആ സമ്മാനത്തിൻ്റെ വലിപ്പത്തിനേക്കാൾ കൂടുതലായിട്ട് അതാര് തന്നിരിക്കുന്നോ അവരാണ് ആ സമ്മാനത്തിന് നമ്മൾ വിലമതിക്കുക. അത് തരുന്ന ആൾ. ഇപ്പോൾ നമ്മൾ പറയാം, പുതിയ മാർപ്പാപ്പയൊക്കെ തിരഞ്ഞെടുത്തില്ലേ, മാർപ്പാപ്പ ഇവരുടെ കല്യാണം പ്രമാണിച്ച് റോമെന്നൊരു സമ്മാനം കൊടുത്ത് നോക്കി. നമ്മളത് വളരെ കാര്യമായിട്ട് കാണും. ആര് തന്ന, അത് ചെറുതായാലും ഒരു കുഞ്ഞ് കൊന്തയെ പോലും അത് മാർപ്പാപ്പ തന്നു എന്നാണ് അതിൻ്റെ വില. എന്നാൽ ഇവിടെ ഇതാ ദൈവം തന്നെ ഒരു സമ്മാനത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുക. മെറിനാന് മൈക്കിളിനെയും, മൈക്കിളിന് മെറിയെയും ഒരു സമ്മാനമായിട്ട് ദൈവം തരാൻ പോവുക. ഇതുവരെ നിങ്ങൾ ഒന്നിച്ച് ജീവിച്ചില്ല, ഒരു സമ്മാനമൊക്കെ ഇരിക്കട്ടെ എൻ്റെ വകയായിട്ട് എന്ന് പറയുന്ന ദൈവമാണ് ആ സമ്മാനം തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സമ്മാനത്തെ കാര്യമായിട്ട് പരിഗണിക്കും. മൈക്കിൾ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ മെറിയാനെ നിൻ്റെ ഭാര്യയായി സ്വീകരിക്കാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? വാഗ്ദാനം ചെയ്യുന്നു. മെറിയാൻ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ മൈക്കിളിനെ നിൻ്റെ ഭർത്താവായി സ്വീകരിക്കാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? വാഗ്ദാനം ചെയ്യുന്നു എന്നല്ലേ പറഞ്ഞേ? പോസിറ്റീവായിട്ടല്ല അവർ പറഞ്ഞാണ്. ഓക്കെ. വിവാഹവാഗ്ദാനം നടത്തിയ നിങ്ങളെ മൈക്കിളിനെയും മെറിയാനെയും മിശിഹ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവായ മിശിഹായെ, വിവാഹവാഗ്ദാനം ചെയ്ത ഈ ദാസരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ വലം കൈ നീട്ടണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധകന്യാമറിയത്തിൻ്റെയും തിരുക്കുടുംബത്തിൻ്റെ പാലകനായ യോസേപ്പിൻ്റെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാസിയുടെയും പ്രാർത്ഥന ഇവരുടെ വാഗ്ദാനത്തെ സഫലമാക്കട്ടെ. സകല വിശുദ്ധരുടെയും, വിശിഷ്യ ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും ഞങ്ങളുടെ ഇടവക വിശുദ്ധൻ്റെയും ഇവരുടെ പേരിന് കാരണബോധരായ വിശുദ്ധരുടെയും മാധ്യസ്ഥം ഇവർക്ക് സംരക്ഷണവും സഹായവുമായിരിക്കട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ദൈവത്തിൻ്റെ പരിപാലനം നിങ്ങൾ ചെയ്ത ഈ വാഗ്ദാനത്തെ അവിടുന്ന് തൻ്റെ വചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിൻ്റെ കൽപ്പനയാൽ സുസ്ഥിരമാക്കുകയും
പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. അബ്രാഹത്തെയും സാറയെയും ഇസ്ഹാക്കിനെയും റബേക്കയെയും യാക്കോബിനെയും രാഹേലെയും സംയോജിപ്പിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിൻ്റെ ഐക്യത്തിലും മുദ്രിതമാകട്ടെ. തീക്ഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ അണയുവാൻ ഒരുക്കത്തോടും കൂടെ വിവാഹമെന്ന കൂദാശയ്ക്ക് അണയുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെയും നിങ്ങളുടെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരക്കുമ്പോൾ എല്ലാവരെയും സമൃദ്ധമായി നിറയിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. തിരുസഭയിൽ ഒരു പുതിയ കുടുംബം രൂപീകരിക്കാൻ ഒരുങ്ങുന്ന ദൈവത്തെപ്പറ്റി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കൃതജ്ഞതാ സ്തോത്രം ആലപിക്കാം. ദൈവമേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, അങ്ങേയ്ക്കായെന്നും സ്തോത്രങ്ങൾ. പരിധിനാഥിനാഥനായ ഞങ്ങളെന്നും സ്തുതിക്കുന്നു. നിത്യസൽപിതാവുമങ്ങായി ആരാധിക്കുന്നു പാരാജേ, ആരാധിക്കുന്നു പാരാജേ. ദൈവദൂതന്മാരെ വരും പിന്നെ സ്വർഗവാസികൾ സർവരും, സ്വർഗവും ക്രോവേശ്രാപ്യർ വൃന്ദവും സ്വർഗസംഗീതം മീട്ടുന്നു. സൈന്യാധീശനായിടും ദൈവം സംശുദ്ധൻ സംശുദ്ധൻ സംശുദ്ധൻ, നിത്യം സംശുദ്ധൻ സംശുദ്ധൻ. ഭൂവാനവും തന്മഹീമായ തിങ്ങിടുന്നല്ലോ സന്തതം. ശ്രീയേഴും ദിവ്യപ്രേഷിതർ ധന്യ ദിവ്യന്മാർ വേദസാക്ഷികൾ. നിത്യാനന്ദ പ്രതാപവാനങ്ങ് വാഴ്ത്തിയിടുന്നു നിരന്തരം, വാഴ്ത്തിയിടുന്നു നിരന്തരം. നിസ്തുലൻ പ്രഭാപൂരിതൻ താത നിത്യനാമേകസൂനുവേ, പാവനാത്മാത്രിയേക ദൈവമേ സ്വസ്ത്രമെന്നുമെന്നേക്കുമേ. ലോകമാകവേ പാവനം സഭ കീർത്തിക്കും നങ്ങേ സാദരം, കീർത്തിക്കും നങ്ങേ സാദരം. പ്രഭവമേഴും രാജനാണു നീ ക്രിസ്തുനാഥ മഹോന്നത. ഉന്നതനായ താതൻ തന്നോട് ദിവ്യനാം സൂനുവാണു നീ. മർത്യരക്ഷയ്ക്കായി കന്യകൻ അങ്ങോ മന്നിടെ ജാതനായി, അങ്ങോ മന്നിടെ ജാതനായി. പുണ്യവാനുഗ്രതാനുമായ ദൈവമേ, അങ്ങേ തീർത്ഥം സ്ഥാപിച്ച വിവാഹമെന്ന കൂദാശ വഴി വിശുദ്ധമായ കുടുംബജീവിതം ആരംഭിക്കാനിരിക്കുന്ന ഈ നിയുക്ത ദമ്പതികളെ ആശീർവദിക്കണമേ. ഇവിടെ അനുദിനത്തിൽ അങ്ങ് ഇവരുടെ മാതൃകയും വഴികാട്ടിയുമായിരിക്കട്ടെ. ആധ്യാത്മിക മാനുഷികമായ ഭൗതികമായ അനുഗ്രദാനങ്ങൾ സമൃദ്ധമായി നൽകണമേ. തിരുക്കുടുംബത്തിന് മാതൃക ജീവിക്കുവാനും വിശ്വാസം, ശരണ, സ്നേഹം എന്നീ പുണ്യങ്ങളിലും മറ്റു ക്രിസ്തീയ സുഹൃത്തുക്കളിലും അനുദിനം വളരുവാനും ഇവരെ സഹായിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ദൈവങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണം. ഞങ്ങളിൽ ആർക്കെങ്കിലും ഇടയായ ഞങ്ങളോട് ക്ഷമിക്കണം. ഈ കുടുംബത്തിലും ഇവിടെ നിൽക്കുന്നവരെയും സമസമ്മതമായി എത്തിക്കും. ഞങ്ങളുടെ മരിച്ചു പോയ കുടുംബാംഗങ്ങളെ നിത്യവാദത്തിലേക്ക് വിശ്വസിപ്പിക്കണം. ആരെയും എല്ലാവരും ഞങ്ങളെ കാത്തോളം സ്വർഗത്തിലെല്ലാവർക്കും ഞങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹങ്ങൾ അറിയത്തിൻ്റെ മാർഗസംഹിതാവും ഞങ്ങളുടെ പരീക്ഷയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവൻ ഞങ്ങളുടെ ചെയ്യട്ടെ. ഈശോയുടെ ദൈവമേ, അറിയത്തിൻ്റെ ദൈവമേ, When I make mistakes, you have what it takes to speak to me so I can change and be a better man. When it feels too much, all you do is touch me on my back where you know well will calm me down inside. Though I know few are your words, but still I feel your love. The way you hold yourself so I can be who I am. I am the one for you. You are the one for me. 'Cause baby, all you do is bring out what is best in me. What was unseen to me, now I see them with you. You bring balance to my life, so love me as if you would be my wife. So now, without any further delay, let me welcome the beautiful newly engaged couple, Miss Marie and Mr. Michael, onto the stage. കരളേ കരളിന്റെ കരളേ എന്നോടൊന്നു ചിരിക്കൂ കിളിയേ മാനസ കിളിയേ വെറുതെ നിന്നു കിടുങ്ങാതെ അങ്ങനെ നീ കലമ്പാതടി കുറുമ്പി എന്റെ സ്നേഹിതയാണു നീ കരളേ കരളിന്റെ കരളേ എന്നോടൊന്നു ചിരിക്കൂ കിളിയേ മാനസ കിളിയേ വെറുതെ നിന്നു കിടുങ്ങാതെ ഓ அடிக்காதுங்கடா. கல்யாணத்துக்கு வந்தவங்க எல்லாரும் ஹாப்பியா இருக்கணும். பாடணும், ஆடணும். பம்பரம் கட்ட பார்த்தா வச்சிட்டு பட்டாசே பார்த்தா பல்லாட மராஜா வெள்ளாட ரிங் தான் நம்மோட ஹே ஹே என்ன
കണ്ണിലൊരു മുള്ളു കൊണ്ടാ കാതിലൊരു നുള്ളു തന്നാ കാതൽ തോന്നിയാട്ടെ കൊഞ്ചൽ കൂടിയാട്ടെ കൂട്ടം തെറ്റിയാട്ടെ കൂട്ടിൽ കൂട്ടിയാട്ടെ ഞാൻ വിഷയത്തിൽ നിന്നും തെന്നുമാറിയോ വേറെ സുഭാഷ് 1 2 3 ബിരിയാണി കയ്യടി മുഴുവൻ തീർക്കണ്ട. എന്ത് കലക്കണം അത് അവന്റെ ഒടുക്കത്തെ കലക്ക. ഇനി ഞാൻ കലക്കും. എന്നാ നീ പോയി അപോഷം ചെയ്യടാ. എന്ന് വെച്ചാ കലക്കാൻ സംഹാരം തുടങ്ങാം. 3 ചക്ര വണ്ടി ഇത്, മുച്ചക്കും വണ്ടി ഇത്, മുരട്ടക്കാല വണ്ടികളെ തിരത്തിയോട്ടും വണ്ടി ഇത്, പറക്കും വണ്ടി ഇത്, പാവങ്ങളുടെ വണ്ടി ഇത്, കുറുകുറുപ്പന്റെ വണ്ടി ഇത്, കുടുംബങ്ങൾക്ക് വേണ്ടി ഇത്. കയ്യെ തട്ടി കൂപ്പിട്ടാൽ നിൽക്കും, ആദ്യം സ്പീഡിൽ സിറ്റിയിലെ പറക്കും, ട്രാഫിക് ജാമിൽ നെട്ടോട്ടം കുതിക്കും, റോക്കറ്റ് കണ്ടാൽ എല്ലാവരും കിടക്കും. നീയടാ നീയടാ അയ്യടാ അയ്യടാ നീയടാ നീയടാ അയ്യടാ അയ്യടാ. പക്ഷെ അതിനനുസരിച്ചുള്ള കയ്യടി വന്നോ? ഇല്ല. So once again നല്ലൊരു കയ്യടി പോരട്ടെ. Come on. Okay, so thank you so much. Okay, so first of all രണ്ടുപേർക്കും ഒരു congrats പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. So congratulations Michael and Mary, looking very beautiful together. And Michael, എൻട്രിയിൽ തന്നെ മെറി ഒരു സർപ്രൈസ് തന്നിരുന്നു അല്ലേ? സോ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു സർപ്രൈസ്? Come on. ഫസ്റ്റ് തന്നെ ഒരു റിയാക്ഷൻ ഉള്ള സമയമാണ്. Come on.
എന്നോട് പറയാണ്ടാണ് ഈ ഒരു ഡാൻസ് കളിച്ചത്. ഞാൻ റിയലി സർപ്രൈസ്ഡായി, ഹാപ്പിയാണ്. ഓക്കെ, ആൻഡ് ഇനി ഇവരെ രണ്ടുപേരെയും ഒന്ന് ഒഫീഷ്യലി പരിചയപ്പെടുത്താനുള്ള സമയമാണ്. നമുക്കറിയാം ഇവരെ രണ്ടുപേരുടെയും ഒപ്പം ഫാമിലിയുടെയും ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് മൈ ഡ്യൂട്ടി ടു ഇൻട്രൊഡ്യൂസ് ദം ഇൻ ഫോർമൽ. ഇവരെ ഒന്ന് ഒഫീഷ്യലി പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. സോ സ്റ്റാർട്ടിംഗ് വിത്ത് ദ ഗ്രൂം, മിസ്റ്റർ മൈക്കിൾ ഫ്രാൻസിസ്, working as Senior Purchasing Manager at Dr. Joy's Venture. And about the beautiful bride, Miss Marie Ann, is a biotechnologist and working as Team Lead Inside Sales at Wave Logics Technologies, a UAE-based company. നിങ്ങളുടെയും ഒപ്പം നിങ്ങളുടെ ഫാമിലിയുടെയും ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിട്ടുള്ളവരോട് ഒരു 2 വാക്ക് സംസാരിക്കാനുള്ള സമയമാണ്. സോ മൈക്കിൾ, കമോൺ, എന്താണ് ഈ ഒരു മൊമെന്റിൽ മെറിയോടൊപ്പം ഈ ഒരു സ്റ്റേജിൽ സെലിബ്രേഷന് വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് അല്ലേ? സോ എന്താണ് എല്ലാവരോടും ഈ ഒരു മൊമെന്റിൽ പറയാനുള്ളത്? ഹൗ ഡു യു ഫീൽ ദിസ് വെരി റൈറ്റ് മൊമെന്റ്? കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു പെണ്ണ് കിട്ടി. ഞാൻ അത്രയ്ക്ക് കാത്തിട്ടുണ്ടോയെന്ന് സംശയമുണ്ട്. പക്ഷെ ഞാൻ നോക്കിയ വഴിക്ക് എനിക്ക് ഫസ്റ്റ് കിട്ടിയത് മിക്കുവിനാണ്. ഞാൻ ആക്ച്വലി മിക്കു എന്നാണ് വിളിക്കുക, മൈക്കിൾ ഫ്രാൻസിസ് എന്നാണ്. അപ്പോൾ ഐ എം സോ ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ഹിസ് ലൈഫ്. പെട്ടെന്ന് കിട്ടിയ ആ ഒരു ഡാൻസ് എൻട്രിയിൽ മൈക്കിളിന്റെ മുഖത്തെ ആ ഒരു സന്തോഷത്തിൽ തന്നെ മെറി ഹാപ്പി ആയിട്ടുണ്ട് അല്ലേ? യെസ്, വി ഓൾ വർ ഹാപ്പി. ആൻഡ് മൈക്കിളിന്റെ ഫേസ് കാണുമ്പോൾ തന്നെയാണ് നമുക്ക് ആ ഒരു ഡാൻസിന്റെ ഇമ്പാക്റ്റ് കിട്ടുന്നത് അല്ലേ? യെസ്. ആന്റണി, ഒരു കാര്യം കൂടെ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സോ മൈക്കിൾ ഓൾറെഡി മെറിയെ ലൈഫ് പാർട്ട്ണർ ആയിട്ട് ചൂസ് ചെയ്തു ആൻഡ് ഒഫീഷ്യലി എല്ലാവരുടെയും മുമ്പിൽ വെച്ചൊരു യെസ് ഒക്കെ പറഞ്ഞ് അതിൻ്റെ സെലിബ്രേഷനാണ്. സോ ഏതൊരു ക്വാളിറ്റിയാണ് മെറിയിൽ മൈക്കിളിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? നമുക്കറിയാം ഒരാൾക്ക് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ടായിരിക്കും, പക്ഷെ അതിൽ മൈക്കിളിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മെറിയുടെ ഒരു ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ക്വാളിറ്റി എന്താണ്? സ്നേഹിക്കാൻ അറിയാവുന്നൊരു മനസ്സ്. സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു നല്ല മനസ്സിന്റെ ഉടമയാണ് മെറി. നല്ലൊരു കൈയടി കൊടുക്കാം അല്ലേ? കമോൺ, ഇന്നത്തെ ദിവസം അവർക്ക് ഏറ്റവും ലാവിഷായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് കൈയടി. അപ്പൊ അതിലാരും വിഷ്കൊന്നും വിചാരിക്കണ്ട കേട്ടോ, നല്ല അടിപൊളിയായിട്ട് പോന്നോട്ടെ. ആൻഡ് മൂവിങ് ഓൺ ടു മെറി, മൈക്കിളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി എന്താണ്? The way he look at me, like I can feel his love. സോ അതിനോട് ഞാൻ 100% യോജിക്കുന്നുണ്ട്. കാരണം നമ്മൾ ആ ഒരു ഡാൻസിൽ തന്നെ കണ്ടതാണ് അല്ലേ? ഇത്രയും പ്യുവർ ആയിട്ടുള്ള ആ ഒരു ലുക്ക് ആയിരുന്നു മെറിയെ മൈക്കിൾ നോക്കിക്കൊണ്ടിരുന്നത്. നല്ലൊരു കൈഡ് കൊടുക്കാം. കം ഓൺ, വൺസ് അഗൈൻ. യെസ്. ആന്റണി, ഈ ഒരു സ്റ്റേജ് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഓഫ് കോഴ്സ് രണ്ടുപേരുടെയും ഫാമിലീസും കൂടെ ജോയിൻ ചെയ്യണം. I will fight for you. I always do until my heart is black and blue. I will stay with you. We'll make it to the other side like lovers do. I'll reach my hands out in the dark and wait for yours to until I can wait for you. I'll wait for you. 'Cause I'm not giving up. I'm not giving up, no, not yet. Even when I'm down to my last breath, even when they say there's nothing left, so don't give up on. I'm not giving up. I'm not giving up, no, not me. Even when nobody else believes, I'm not going down that easily. So don't give up on me. Now I'll hold on to you. No matter what this world will throw, it won't shake me loose. നിങ്ങളുടെ സിബ്ലിങ്ങിനെ പറ്റി ആലോചിക്കുമ്പോൾ വരുന്ന ഒരു ഫസ്റ്റ് മെമ്മറി കൂടെ ഷെയർ ചെയ്തിട്ട് വേണം വൈൻ ഗ്ലാസ് അവരുടെ കൈകളിലേക്ക് കൊടുക്കാനായിട്ട്. സോ മെറി ആലോചിക്കുമ്പോൾ വരുന്ന ഫസ്റ്റ് മെമ്മറി എന്താ? എനിക്ക് എന്ത് ഒരു പ്രോബ്ലം ഉണ്ടായാലും ഫസ്റ്റ് ഒരു വോള് പോലെ എൻ്റെ ഫ്രണ്ടിൽ എപ്പോഴും ഉണ്ടാവും. ലൈക്ക് എനിക്കിപ്പോൾ സ്കൂൾ ടൈംസിലായാലും ഈവൻ എൻ്റെ കോളേജ് ടൈമിലായാലും ഷി വാസ് ദർ വിത്ത് മീ. താങ്ക് യു ഫോർ ദാറ്റ് ബേബി. സോ വീട്ടിലെങ്ങനെയാ മമ്മിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന അടിക്കൊക്കെ ഒരു ഷീൽഡ് ആയിരുന്നോ ചേച്ചി? അതെ.
അടി മൊത്തം ചേച്ചിക്കാണ് കൊണ്ടിരുന്നത്. എനിവേ നല്ലൊരു കൈയടി കൊടുക്കാം അല്ലേ? യെസ്. ആൻഡ് നൗ മൂവിങ് ഓൺ ടു മൈക്കിൾ സിസ്റ്റേഴ്സ്. സോ എന്താണ് മൈക്കിളിനെ ആലോചിക്കുമ്പോൾ വരുന്ന ഒരു ഫസ്റ്റ് മെമ്മറി? മൈക്കിളും ഞാൻ തമ്മിൽ നല്ലൊരു ഏജ് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ മൈക്കിളിൻ്റെ തീരെ ചെറുപ്പമാണ് കൂടുതലും മെമ്മറിയിൽ വരിക. ഭയങ്കര ക്യൂട്ടായിട്ട് ഒരു ഓടി നടക്കുന്ന, ഞാൻ കോളേജിൽ നിന്ന് വരുമ്പോൾ വീട്ടിൽ കളിച്ച് നടക്കുന്ന ഒരു കുട്ടീനെ. കോളേജിൽ നിന്ന് വരുമ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് ഓടി നടക്കുന്ന ഒരു മുഖമാണ് ഇപ്പോഴും ഓർമ്മയിൽ. ഓക്കെ, സോ ഒരാളും കൂടി ഉണ്ടല്ലേ. ആനി, എന്താണ് മൈക്കിളിനെ ആലോചിക്കുമ്പോൾ വരുന്ന ഒരു ഫസ്റ്റ് മെമ്മറി? അതും എനിക്കും മൈക്കിളിൻ്റെ ക്യൂട്ട്നെസ് തന്നെയാണ്. മൈക്കിളിലെ കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കും. സോ മെറിക്ക് അറിയുന്ന ഉത്തരം ഇതിൽ പറ്റുന്ന വലുപ്പത്തിൽ എഴുതാവുന്നതാണ്. മെറി റെഡി? സോ മൈക്കിളിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ, ഉറക്കെ പറയണ്ട. എഴുതിയതിന് ശേഷം ഓഡിയൻസിന് തിരിച്ച് കാണിച്ചു. കുറേ പേരുണ്ട്, അതിൽ നിന്ന് ഒരാളെ പിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. കുറേ പേരുള്ള ആ നമ്പർ എത്രയാണ്? എത്ര ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് മൈക്കിളിനുള്ളത്? കറക്റ്റ് ആ ഒരു കൗണ്ട് എഴുതിയാൽ മതി. മൈക്കിൾ അങ്ങോട്ട് നോക്കണ്ട, ഇവിടെ ഇവിടെ കുറച്ച് കയറി നിന്നേ, അല്ലെങ്കിൽ നോക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. തിരിച്ചു ഓഡിയൻസിന് തിരിച്ചു കാണിച്ചു കൊടുക്കാം. എത്രയാണ് മൈക്കിളിന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് കൗണ്ട്? 7 തന്നെ ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക. സോ 7 അല്ലെങ്കിൽ 6 എന്നാണ് എഴുതിയിട്ടുള്ളത്. സോ 2 എഴുതിയിട്ടുള്ളത് കൊണ്ട് ഫുൾ മാർക്ക് കൊടുക്കണോ അതോ ഹാഫ് കൊടുത്താൽ മതിയോ? ഫുള്ള് കൊടുക്കാം. ഫുള്ള് കൊടുക്കാന്നുണ്ടെങ്കിൽ നല്ലൊരു ഗൈഡ് വേണം. ഓക്കെ, സോ നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുന്നു. മൈക്കിളുടെ ഫേവറേറ്റ് ഫുഡ് ഐറ്റം ഏതാണ്? മൈക്കിൾ ഫുഡിയാണോ? അത്യാവശ്യം ഫുഡിയാണ്. അപ്പോൾ എന്തായാലും ഫുഡ് ഡിസ്കഷൻ ഒക്കെ വന്നിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അറിയേണ്ടതാണ് മെറിക്ക്. അങ്ങോട്ട് നോക്കണ്ട, അതൊക്കെ ചെരിഞ്ഞ് അങ്ങോട്ട് പോകുന്നുണ്ടോ? ഇല്ല. ഓക്കെ, സോ എഴുതി കഴിഞ്ഞാൽ ഓഡിയൻസിനെ തിരിച്ച് കാണിച്ചു കൊടുക്കാം മെറി. ഓക്കെ, ഏതാണ് മൈക്കിളുടെ ഫേവറേറ്റ് ഫുഡ് ഐറ്റം? ഫ്രൈഡ് റൈസും ചില്ലി പോർക്കും. ഫ്രൈഡ് റൈസ് ആൻഡ് ചില്ലി പോർക്ക് ഇസ് റൈറ്റ് ആൻസർ. നല്ലൊരു കൈയ്യടി പോരട്ടെ. റൈറ്റ് ആൻസറിന് എവിടെ കൈയ്യടി? ഓക്കെ, സോ ഇനി നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. മൈക്കിളിൻ്റെ ഫേവറേറ്റ് ഹോളിഡേ ഡെസ്റ്റിനേഷൻ എവിടെയാണ്? എവിടെ ട്രിപ്പ് പോകണം എന്നാണ് മൈക്കിൾ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും സ്ഥലം പറഞ്ഞിട്ടുണ്ടോ മൈക്കിൾ? ഇല്ല. അൺപ്ലാൻഡ് ആയിരിക്കണം. മുന്നേ കൂട്ടി പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയില്ല. നമ്മളൊക്കെ സർപ്രൈസിൻ്റെ ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ക്വസ്റ്റ്യൻ അറിയാൻ സാധ്യതയില്ല. സോ ഞാൻ ഒരു ഓൾട്ടർനേറ്റ് ക്വസ്റ്റ്യൻ തരാം. മൈക്കിൾ ഇപ്പോൾ വാച്ച് കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്. അത് ഏത് ബ്രാൻഡാണ്? ആ വാച്ചിൻ്റെ ബ്രാൻഡ് ഏതാണ്? ഒരു വൈൽഡ് ഗസ്. ഇവിടെ കാണിച്ചു കൊടുക്കുന്നുണ്ടോ? മൈക്കിൾ ഫുള്ള് കളകളിയാട്ടോ. രാവിലെ ഈ വാച്ച് കെട്ടിക്കോ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് കൊടുത്ത ആളാണ് മെറി. പക്ഷെ ബ്രാൻഡ് ഏതാണെന്ന് ഓർമ്മയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ റോങ് ആൻസർ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ഏതെങ്കിലും ഒരു വൈൽഡ് ഗസ്, ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ പേര് എഴുതിക്കോളൂ. എഴുതിക്കോ ഏതെങ്കിലും. നമുക്കറിയുന്ന ഒരു ബ്രാൻഡും മൈക്കിൾ യൂസ് ചെയ്യുന്നില്ല. അതൊക്കെ മേലെയാണ് മൈക്കിളിന്റെ കളികൾ. ഓക്കെ, എനിവേ നമ്മൾ റോങ് ആൻസർ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൈക്കിളുടെ മൊബൈൽ നമ്പറുടെ ലാസ്റ്റ് 2 ഡിജിറ്റ്സ്. ഓക്കെ, എത്രയാണ് മൈക്കിൾ? 677. അതായത് 77 അല്ലേ? സോ മെറിയോട് ഞാൻ ചോദിച്ച വഴിക്ക് ഉറക്കെയൊക്കെ ഉത്തരം പറഞ്ഞ് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് എഴുതുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു 3 നമ്പർ ഉണ്ട്. അതിൽ ഏതെങ്കിലും നമ്പറിൽ ലാസ്റ്റ് ഇതാണോ വരുന്നത്? 27 ആണോ? 3 നമ്പർ ഉണ്ട്. 3 നമ്പറിൻ്റെയും ലാസ്റ്റിൽ 27 ഇല്ല. അപ്പം നമ്മൾ റോങ് ആൻസർ ആയിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാണ്. നമ്മൾ റോങ് ആൻസറിന് കൈയ്യടി കൊടുക്കുന്നില്ല. മൂവിങ് ഓൺ ടു ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. സോ മൈക്കിളിൻ്റെ ഫേവറേറ്റ് ഔട്ട്ഫിറ്റ് എന്താണ്? മൈക്കിളിന് ഏറ്റവും കൂടുതൽ ധരിക്കാൻ ഇഷ്ടമുള്ള ഔട്ട്ഫിറ്റ്? ഓക്കെ, ഏതാണ് മൈക്കിളിൻ്റെ ഫേവറേറ്റ് ഔട്ട്ഫിറ്റ്? ഷർട്ട് ആൻഡ് പാൻറ്. എഴുതിയിരിക്കുന്നത് ബനിയൻ ആൻഡ് ജീൻസ് എന്നാണ്. സോ കംപ്ലീറ്റ്ലി ഒരു വേറെ ഡ്രസ്സാണല്ലേ? അപ്പോൾ അത് റോങ് ആൻസർ അല്ലേ?
അപ്പോൾ റോങ് ആൻസറിന് കൈയടി ഒന്നും കൊടുക്കുന്നില്ല. നമ്മുടെ 5 ചോദ്യങ്ങളും അവസാനിക്കുമ്പോൾ മെറിക്ക് കിട്ടുന്ന സ്കോർ എന്ന് പറയുന്നത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് 2 ആൻസേഴ്സ് മാത്രമാണ് റൈറ്റ് ആൻസർ ആയിരിക്കുന്നത്. സോ ഇനി നമ്മുടെ ഗെയിമിംഗ് പ്രോപ്പർട്ടി മൈക്കിളിന് കൈമാറുന്നു. മൈക്കിൾ വാങ്ങിച്ചോളൂ. സോ 2.5 അതിൽ കൂടുതലോ ആണെങ്കിൽ മൈക്കിളായിരിക്കും വിന്നർ. റെഡി. സോ മെറിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? ഹു ഈസ് മെറീസ് ബെസ്റ്റ് ഫ്രണ്ട്? മെറി ഫോണിലേക്ക് നോക്കണ്ട, ഓഡിയൻസിനെ തിരിഞ്ഞു നിൽക്കാം. അതും ടഫാണോ? കുറേ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ കൗണ്ട് എഴുതിക്കോളൂ. എത്ര ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട് മെറിക്ക്? എത്ര ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്? എഴുതിക്കോ. മൈക്കിളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ കൗണ്ട് കറക്റ്റ് ആയിരുന്നു. സോ ഇത് തെറ്റിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. മെറിക്ക് തന്നെ അറിയില്ല. മെറി ഇവിടെ നിന്ന് കൗണ്ട് ചെയ്യാണ്. കഴിഞ്ഞോ? ഒരു വൈൽഡ് ഗെസ് അങ്ങ് എഴുതിക്കോ. തെറ്റിക്കഴിഞ്ഞാൽ പണിഷ്മെന്റ് കിട്ടുന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പേര് പറഞ്ഞാൽ മതിയോ എന്ന് ചോദിക്കുന്നു. ഓക്കെ, പേര് മതി. തിരിച്ചോളൂ, അങ്ങോട്ട് നോക്കണ്ട. ഓക്കെ, ആരാണ് മെറിയുടെ ബെസ്റ്റ് ഫ്രണ്ട്? അഖില. ഇത് ഇവിടെ കണ്ടായിരുന്നു കേട്ടോ, ഇല്ലേ? ഇടയിൽ നോക്കിയില്ലേ? അവള് തന്നെയാണ്. അഖില ഉണ്ടോ ഇവിടെ? അഖില ഉണ്ടോ? അഖില ഹാപ്പിയാണോ? ഓക്കെ, സോ റൈറ്റ് ആൻസർ ആണ്. നല്ലൊരു ഗൈഡ് കൊടുക്കാം. കമോൺ. സോ മൂവിങ് ഓൺ ടു സെക്കൻഡ് ക്വസ്റ്റ്യൻ. മെറിയുടെ ഫേവറേറ്റ് ഫുഡ് ഐറ്റം ഏതാണ്? മെറി എങ്ങനെയാ, ഫുഡിയാണോ? എഴുതിക്കോ. ഫുഡിയാണ്. ഓക്കെ, സോ നിങ്ങളുടെ ഫുഡ് ഡിസ്കഷനൊക്കെ നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും റൈറ്റ് ആൻസർ ആവേണ്ടതാണ്. മൈക്കിൾ എഴുതിയതിന് ശേഷം ഓഡിയൻസിന് തിരിച്ച് കാണിച്ചു കൊടുക്കാം. ഓക്കെ, അങ്ങോട്ട് നോക്കണ്ട. ഓക്കെ, മെറി ഏതാണ് ഫേവറേറ്റ് ഫുഡ് ഐറ്റം? വെജ് ഓർ നോൺ വെജ്? വെജ്. ഓക്കെ, വെജിലും പറഞ്ഞു, നോൺ വെജിലും പറഞ്ഞു. വെജ് ആണെങ്കിൽ മഷ്റൂം, നോൺ വെജ് ആണെങ്കിൽ ബിരിയാണി. ഓക്കെ, വെജ് നമ്മൾ 2 ഓപ്ഷൻ കൊടുത്തു. എന്നിട്ട് വെജിൽ പറഞ്ഞത് മഷ്റൂം ആൻഡ് നോൺ വെജിൽ പറഞ്ഞത് ബിരിയാണി. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി 2 ഓപ്ഷനും തെറ്റിപ്പോയിരിക്കുകയാണ്. മൈക്കിൾ എഴുതിയത് പാസ്ത എന്നാണ്, വിച്ച് ഇസ് കംപ്ലീറ്റ്ലി എ റോങ് ആൻസർ. അത് ഞാൻ കുക്ക് ചെയ്യാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. പാസ്ത ഉണ്ടാക്കാൻ എളുപ്പമായതുകൊണ്ട് മാത്രമാണ്, ഇഷ്ടമായതുകൊണ്ട് അല്ലാന്ന്. ഓക്കെ, എനിവേ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. സോ മെറിയുടെ ചെരുപ്പിന്റെ സൈസ് എത്രയാണ്? ഇൻ ബിറ്റ്വീൻ 1 to 10. 1 to 10ന്റെ ഉള്ളിൽ എത്രയാണ്? അങ്ങോട്ട്. ഇത് ഇവിടെ കള്ളക്കളിയാട്ടോ. അത് പക്ഷെ വേണമെങ്കിൽ മാറ്റി പറയാലോ, മൈക്കിൾ ജയിച്ചോട്ടെ എന്നൊക്കെ കരുതിയിട്ട്, അല്ലേ? അതിനുള്ള ചാൻസസ് ഒക്കെ ഇല്ലേ? ഓക്കെ, എനിവേ കള്ളക്കളി ഇനി പാടില്ല. പറഞ്ഞോളൂ, എത്രയാണ്? 6 തന്നെയാണോ? ഉറപ്പാണോ? ഞാൻ കൺഫേം ചെയ്യണോ മമ്മിയുടെ അടുത്ത്? മമ്മി 6 ആണോ? ആണ്. ഓക്കെ, അപ്പൊ മമ്മി കള്ളം പറയില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എനിവേ റൈറ്റ് ആൻസർ. നല്ലൊരു ഐഡിയ കൊടുക്കാം. ഇനി മൂവിങ് ഓൺ ടു 4th ക്വസ്റ്റ്യൻ. മൊബൈൽ നമ്പറിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് എഴുതിക്കോളൂ. അറിയാം അല്ലേ? ഓക്കെ, ലാസ്റ്റ് 2 ഡിജിറ്റ്സ് എത്രയാണ്? 2346. 2346 is the right answer. നമ്മൾ 2 ഡിജിറ്റാ ചോദിച്ചെങ്കിൽ 4 ഡിജിറ്റ് പുഷ്പം പോലെ എഴുതിയിരിക്കുകയാണ്. എവിടെ കൈയടി? ഓക്കെ, സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. മെറിയുടെ ഫേവറേറ്റ് ഹോളിഡേ ഡെസ്റ്റിനേഷൻ എവിടെയാണ്? എവിടെ ട്രിപ്പ് പോകണം എന്നാണ് മെറി പറഞ്ഞിരിക്കുന്നത്? പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഏതെങ്കിലും സ്ഥലം? ഉണ്ട്. ഓക്കെ, ഹണിമൂൺ പ്ലാൻഡ് ആണോ? അല്ല. ഓക്കെ, അല്ലെങ്കിൽ അത് ചിലവർ എഴുതാറുണ്ട്, അപ്പോൾ അത് നമ്മൾ കളിക്ക് കൂട്ടാറില്ല. കഴിഞ്ഞോ? തിരിച്ചോളൂ, അങ്ങോട്ട് നോക്കണ്ട. ഓക്കെ, ഏതാണ് ആ ഒരു ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ? മാൽഡീവ്സ്. മാൽഡീവ്സ് is the right answer again. നല്ലൊരു കൈയടി കൊടുത്തോളൂ. ആൻഡ് നമ്മുടെ ഗെയിം ഇവിടെ അവസാനിക്കുമ്പോൾ നമുക്ക് വിന്നറിനെ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു, അല്ലേ? ആരാണ് വിന്നർ? വിന്നർ ആരാ? മിക്കു എന്നല്ലേ? യെസ്. അപ്പോൾ മിക്കു ആണോ? മെറി വിളിക്കുന്ന മിക്കു ആണ് വിന്നർ എന്നുണ്ടെങ്കിൽ നല്ലൊരു കൈയടി കൊടുക്കാം. ഓക്കെ, സോ മിക്കു, മൈക്കിൾ, യു ആർ ദ വിന്നർ. നമ്മൾ സാധാരണ ഒരു ഗെയിമിൽ ജയിച്ചു കഴിഞ്ഞാൽ സമ്മാനം കിട്ടും, അല്ലേ? സോ ഇവിടെയും മൈക്കിളിന് ഒരു സമ്മാനം കിട്ടും. പക്ഷെ അത് ഞാനോ ഓഡിയൻസോ ഒന്നുമല്ല തരാൻ പോകുന്നത്. ആരായിരിക്കും? മെറി ആയിരിക്കും. ഓഫ് കോഴ്സ് മെറിയാണ്. സോ ഇവിടെ മെറിക്ക് തീരുമാനിക്കാൻ പറ്റില്ല എന്ത് ഗിഫ്റ്റാണ് കൊടുക്കേണ്ടതെന്ന്. മൈക്കിൾ, യു ക്യാൻ ചൂസ് എന്ത് ഗിഫ്റ്റാണ് മെറി ഇന്ന് അല്ലെങ്കിൽ പിന്നീട് ഒരു ദിവസം തരേണ്ടത്. മൈക്കിൾ പറയുന്ന ഗിഫ്റ്റ് മെറി എന്തായാലും കൊടുക്കേണ്ടി വരും. സോ ഞാൻ ആ ഒരു ഡ്യൂട്ടിയും കൂടെ മമ്മീനെ ഏൽപ്പിക്കുകയാണ്. മെറി അത് കൊടുക്കുന്നുണ്ടോ എന്ന് കൺഫേം ചെയ്യണം. ഓക്കെ, സോ മൈക്കിൾ എന്ത് ഗിഫ്റ്റാണ് ഒന്നെങ്കിൽ ഇപ്പോൾ തരാൻ പറ്റുന്നത്, അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ഇഷ്ടമുള്ളത് ചോദിക്കാം. അത് നേരിട്ട് പറഞ്ഞോളാം. ഇറ്റ്സ് എ ഗുഡ് തിങ്. പക്ഷെ കിട്ടിയോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്യണമെങ്കിൽ ഇപ്പം നമുക്കറിയണം. സോ ഇപ്പം തരാൻ പറ്റുന്നതോ അല്ലെങ്കിൽ പിന്നീട് തരാൻ പറ്റുന്നതോ ആയ, ഇവിടെ പറയാൻ പറ്റുന്നതായ എന്തെങ്കിലും ചോദിക്കാം. സമാധാനം ഇറ്റ്സ് എ ഗുഡ് തിങ് ആക്ച്വലി. ഇത് ലൈഫ് ലോങ് കൊടുക്കേണ്ടി വരും ഈ സമാധാനമാണെങ്കിൽ. അത് മതിയോ മൈക്കിൾ? വേറെ ഒന്നും വേണ്ട. ഓക്കെ, അപ്പോൾ നല്ലൊരു ഗൈഡ് കൊടുത്തേ. മമ്മി അതൊന്ന് കൺഫേം ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്.
സോ വി ആർ ടേക്കിംഗ് ദിസ് ആസ് ഫൺ. നമ്മളൊരു ഫണ്ണായിട്ട് എടുക്കുന്നു. യെസ്, സോ നമ്മുടെ ഗെയിമിംഗ് സെഷൻ ഇവിടെ അവസാനിച്ചിരിക്കുമ്പോൾ ഇനി അടുത്ത നമുക്ക് ഡാൻസ് പെർഫോമൻസ് ആണ്. ഇവൾക്കൊരുവൻ കിഴക്കുതിച്ച് ഇന്നു താലിപ്പീലി പൊന്നും കെട്ടി മുത്തഴക് മണിച്ചെറുക്കൻ തിങ്കളേ തിങ്കളേ ഇനി ഒളി കണ്ണെറിയരുതേ पहचान तेरा बन गया सब तू है, तू ही मेरी दुआ तेरा भी तू है। अब मैं तमन्ना दे विच मंगा तेरी उड़ाइया ये दिल पर घबराए, भूल मुझको तू कहीं ना मिले तुम तुर जाए। ओ मन्नू ओ मन्नू ओ मन्नू मनो मनो हसली फिसली ये रज़ामणी पुतिरी पीलम कथकली என்னிடமய பனித்துளி குருகலி எனக்கும் உனக்கும் இடைவெளி நீரவிலும் இரவிலும் இமை வசி என் பகலிலும் நடுநிசி குருதிசி அஞ்சனா அஞ்சனா கொஞ்சினா தேன்பானா என் கனா என்றுமே நீதானா മിഴിമുന നെഞ്ചിൽ കൊണ്ടു കറുകറുത്തു ഞാൻ
love you, just wanna hold you, just wanna be with you till we grow old. Please tell me you'll stay or take me away. I want you for myself every single day. You set my world on fire. You set my world on fire. I don't know what I'd do without you. You make me smile, what is it that you do? My life was great till you added colors. Like the moon is the snow, we don't care about the others. You set my world on fire. You're my heart's desire. I just wanna love you, just wanna hold you, just wanna be with you till we grow old. Please tell me you'll stay or take me away. I want you for myself every single day. You set my world on fire. You set my world on fire. I just want you, I just need you. I don't know what it is you do. I just want you, I just need you. I don't know what it is you do. I just wanna love you, just wanna